ഹലോ. അപ്പോൾ വീണ്ടും നമ്മളൊരു യാത്രയിലാണ്. ഇപ്രാവശ്യം നെല്ലിയാമ്പതിയാണ് നമ്മൾ ട്രിപ്പ് അടിക്കുന്നത്. വീണ്ടും നമ്മുടെ പഴയ സുഹൃത്തുക്കളുമായിട്ടുള്ള അടിച്ചുപൊളി യാത്രയാണ്. പ്രകൃതിയുടെ കുന്നിൻ ചെരിവുകളും മലനിരകളും അതുപോലെ തന്നെ പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകളും കാണുക എല്ലാം അടിപൊളി കാണാൻ കാഴ്ചകളും കൂടിയിട്ട് ആസ്വദിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ KSRTCയുടെ നെല്ലിയാമ്പതി ട്രിപ്പ് ബസ്സുകൾ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാലത്ത് നേരത്തെ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ നമ്മൾ കാഴ്ച കാണാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി. NCS Tamil BGM. നെല്ലിയാമ്പതി എത്തിയിട്ടുണ്ട്. നെല്ലിയാമ്പതിയിൽ നമ്മൾ ചായത്തോട്ടം കാരണം നമ്മുടെ പാർക്കിംഗ് ഏരിയ തന്നെ അതിൻ്റെ ഭാഗത്ത് തന്നെ നമ്മളൊരു ചെറുതല്ല ഏറ്റവും വലിയൊരു ചായത്തോട്ടമുണ്ട്. അത് കാണാനായിട്ട് ഇറങ്ങിയതാണ്. അതിൻ്റെ പരിസരത്ത് തന്നെയാണ് നമ്മളൊരു LP സ്കൂളുണ്ട്, SSK പാലക്കാട് കൊണ്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം, കറക്റ്റായിട്ട് നിങ്ങൾക്ക് വ്യൂ കാണിച്ചു തരാം. ഒരു സ്കൂൾ ഇവിടെ നമ്മൾ എസ്റ്റിമേറ്റ് ഇപ്പോൾ LP സ്കൂളാണ്. SSK പാലക്കാട് നിന്ന് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുണ്ടല്ലേ. അപ്പോൾ നമ്മളിവിടെ സ്കൂളുണ്ട്, LP സ്കൂളും കൂടിയുണ്ട്. അപ്പം നമ്മളിവിടെ താമസിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സ്കൂളും കൂടിയാണ്. അപ്പം നെല്ലിയാമ്പതി ഇത് ജംഗ്ഷനിൽ തന്നെയാണ്. അപ്പം നമ്മൾ നെല്ലിയാമ്പതി ജംഗ്ഷനിൽ എത്തിയിട്ട് പാർക്കിംഗ് ഏരിയൻ്റെ ആ ഭാഗത്ത് തന്നെ പാർക്കിംഗ് ഏരിയ നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ വന്നിട്ട് റൈറ്റ് സൈഡാണ് ഈ ഒരു സ്കൂൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ പരിസരത്ത് തന്നെ അത്രയും ചായത്തോട്ടം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കാണാനും ഒരു അടിപൊളി സംഭവമാണ്. ഇടയിൽ ഇവിടെ നമ്മളിവിടെ താമസിക്കുന്ന ആൾക്കാരുടെ വീടുകളൊക്കെ കാണാം, കണ്ടല്ലേ. അപ്പോൾ ഇനി കാഴ്ചകൾ ഇനി ഒരുപാടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റേതായ കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾ തരാം. ഓക്കെ. അപ്പോൾ ഇത് ചായത്തോട്ടം എങ്ങനെയുണ്ട്? എൻ്റെ ബാക്കിൽ കാണാനാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്കൂൾ, LP സ്കൂൾ. അത് SSK പാലക്കാട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അവിടെ നമ്മൾ താമസിക്കുന്ന ഇവർ തൊഴിലാളികളൊക്കെ താമസിക്കുന്ന സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ഞങ്ങൾ വന്ന ഒരാൾ ഫോട്ടോ ഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ അത് അടുത്തത് ഇയാളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഓർമ്മയുണ്ടെങ്കിൽ ഒരാൾ പറഞ്ഞാൽ ഉണ്ട് അല്ലേ? ശശിയേട്ടനാണ്. പിന്നെ ഉണ്ണി, ഗിരേട്ടൻ, അങ്ങനെ ബാക്കി തള്ള പേര്
അതാ 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 ഇയാളെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഇടയിൽ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്, കണ്ടിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും നമ്മൾ ആ ഗ്രൂപ്പായിട്ടാണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് ആ ഗ്രൂപ്പിൽ തന്നെയാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. നെല്ലിയാമ്പതി ഓക്കെ എന്നാ. അപ്പോൾ ഞങ്ങൾ നെല്ലിയാമ്പതിയിൽ അങ്ങനെ രാവിലത്തെ ഫുഡ് അടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മളതൊരു ഹോട്ടലാണ്, ട്രക്കിൻ്റെ ആണ്, ഓഫ് റോഡ് എന്ന് പറയും. അപ്പോൾ അതിൽ കയറി കഴിക്കാമെന്നാണ് പറയുന്നത്. അതിൻ്റെ മുകളിൽ നമ്മുടെ ആൾക്കാർ അത് കഴിച്ചിട്ടുണ്ട്. വീട്ടിൽ ഊണ് അങ്ങനെയാണ് അതിൻ്റെ ഇത് പറയുന്നത്, കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നെല്ലിയാമ്പതിയിൽ കഴിക്കാൻ വന്ന ഹോട്ടലിലാണ്. അപ്പോൾ അവിടെ അവർ ഉണ്ടാക്കുന്നതാണ്, കിച്ചണിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കിട്ടും. നമുക്ക് എന്താണോ ആവശ്യം അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഒന്ന് കാണിച്ചു തരാം എന്തൊക്കെ ഉണ്ടാക്കുന്ന ചെയ്യുന്നതൊക്കെ. ദോശയുണ്ട്, ദോശ അതേമാതിരി അപ്പമുണ്ട്, പിന്നെ പൊറോട്ട ഉണ്ടാവും. മറ്റേ ദോശ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ നാട്ടിൽ കിട്ടുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലത് അവരുടെ നമ്മൾ നാട്ടിലെ ഭക്ഷണം എങ്ങനെയാണോ അതാണ്. വീട്ടിൽ ഊണെന്നാണ് ഫ്രണ്ടിൽ നമ്മൾ ബോർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ സെയിം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എന്താണോ അതാണ് ഇത് ചെയ്യുന്നത്. ഉണ്ടല്ലേ ദോശ ഉണ്ടാക്കുന്നത്. അവർ വീട്ടിൽ ഊണ് പറയാം. അപ്പോൾ വീട്ടിൽ തന്നെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ഓട്ടം ചായ ഉണ്ട്. അപ്പോൾ ഇവിടെ എടുക്കുന്നത് ഇവിടെ ചായ എല്ലാം കൂടിയിട്ടാണ്. ഇവർ നിങ്ങളുടെ നാടൊക്കെ ഇവിടെ ശരിക്കും ഇവിടെ തന്നെയാണോ? ആ, അവർ നെല്ലിയാമ്പതി ഇവിടെ തന്നെയാണ് നാടെന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഒരു ഫാമിലേക്കാണ്. അപ്പോൾ ഫാമിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ ഫോറസ്റ്റ് എന്ന നമ്മൾ കണക്കെടുക്കണം. അതായത് ഒരു വണ്ടിയിൽ എത്ര ആൾ പോകുന്നുണ്ട്, വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ, വണ്ടിക്കുള്ളിൽ എന്തെങ്കിലും ഡ്രിങ്ക്സ് എന്തെങ്കിലും ഉണ്ടോ, വാട്ടർ ഉണ്ടോ, അതായത് പ്ലാസ്റ്റിക്
എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അവിടെ നമ്മൾ റിപ്പോർട്ട് കൊടുക്കണം. എന്ന ശേഷമാണ് അതിനകത്തേക്ക് കയറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ കാണും എന്തോ ഒരു പഴം വണ്ടീൻ്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കണമെന്ന്. അതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ മാനുകളുണ്ട്, ഒരു പുള്ളിമാനുണ്ട്. അത് നമ്മളെ എല്ലാ യാത്രകളിലും കാണാവുന്നതാണ്. അത് റോട്ടിലിങ്ങനെ ഇറങ്ങി നിന്നിട്ട് എല്ലാ യാത്രക്കാരോടും വണ്ടിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചോദിച്ച് വാങ്ങുന്ന അതേ മോഡൽ പഴങ്ങൾ കൊടുക്കാനാണ് പഴം വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളവിടെ എത്തുമ്പോൾ കടലകൾ, പച്ചക്കടല എന്ന് പറയില്ലേ, കണ്ടില്ലേ? അപ്പോൾ ഈ കടലകൾ ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് ആൾക്കാർ വിൽക്കാൻ കൊണ്ടുവരുന്നുണ്ട്. നല്ലതാണ്. അവരുടെ ഒറിജിനൽ കടല, അതായത് നമ്മൾ